Hello friends, welcome to Shali's kitchen. എല്ലാവർക്കും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു കുക്കർ ഹൽവയായിട്ടാണ്. ബ്ലാക്ക് ഹൽവ, നമ്മുടെ കറുത്ത ഹൽവ ഇല്ലേ, ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഞാൻ ഇതുവരെ കുക്കറിൽ ഉണ്ടാക്കിയിട്ടില്ല. ഒരു ഐഡിയ ഉണ്ട്, അത് വെച്ചിട്ട് ചെയ്യുകയാണ്. ആൻഡ് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ഷാലിസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം, എന്നാലേ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കറുത്ത ഹൽവക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിതിപ്പോൾ 2 കപ്പ് പച്ചരി, വറുത്ത പച്ചരി എടുത്തിട്ടുണ്ട്. പത്തിരി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ജസ്റ്റ് റോസ്റ്റഡ് റൈസ് ഫ്ലോർ ആണ്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാൻ 1.5 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് വലിയ തേങ്ങയായിരുന്നു, അപ്പോൾ ഞാൻ 1.5 തേങ്ങ ചിരകിയതാണിത്. പിന്നെ ശർക്കര നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാനിതിപ്പോൾ വലിയ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു കണക്ക് പറയുകയെന്ന് വെച്ചാൽ ഒരു 300 ഗ്രാം ശർക്കരക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു 3/4 കിലോ ശർക്കര വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. പിന്നെ ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഗീ യൂസ് ചെയ്യുന്നുണ്ട്, നെയ്യ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് ലാസ്റ്റ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ കുറച്ച് ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്കതിലേക്ക് തേങ്ങ എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു പ്രാവശ്യം അരിച്ചെടുക്കാം. നന്നായി ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഇത് ഒന്നും കൂടി അടിച്ചെടുക്കണം. നമുക്ക് ഇതിൻ്റെ ഫുൾ പാല് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും കൂടി അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇത് നന്നായി പ്രസ് ചെയ്തെടുക്കുക. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് മെൽറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ശർക്കര നന്നായി ഉരുക്കിയിട്ട് നമുക്ക് ശർക്കര പാനി റെഡിയാക്കണം. ശർക്കര ഉരുക്കി വരുന്നുണ്ട്. എന്നിട്ട് ശർക്കര ഉരുക്കി കഴിഞ്ഞാൽ ഇത് നമുക്കൊരു തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ട്രെയിനറിൽ അരിച്ചെടുക്കണം. ഇതിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് ശർക്കര പാനി ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ശർക്കര ഇപ്പോൾ ഇത് മെൽറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ശർക്കര അരിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ അഴുക്കൊക്കെ കളയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കെല്ലാം മിക്സ് ചെയ്യാൻ നോക്കാം. ഇത് എടുത്ത് വെച്ച അരിപ്പൊടി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോഴേ നിങ്ങളിത് ഇളക്കുമ്പോൾ കട്ടയില്ലാതെ നന്നായി ഇളക്കിയെടുക്കുക.
നമുക്ക് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതും നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പൊടിച്ച ഏലക്കായും ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. നമുക്കിപ്പോൾ ഈ മിക്സ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ ഇതിടുന്നുണ്ട് വെളിച്ചെണ്ണ. അതായത് ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഇതെല്ലാം കട്ട പിടിച്ചിരിക്കുകയാണ്. ഇത് ചൂടാക്കുമ്പോൾ ശരിയായിക്കോളും. ഇനി നമുക്കത് കുക്കറിലിട്ടിട്ട് നമുക്ക് അടച്ചിട്ട് ഇത് വേവിക്കുക. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഞാൻ പാലെടുത്തപ്പോൾ ഞാൻ 2 പ്രാവശ്യം പാലെടുത്തത് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളൂ. ആക്ച്വലി ഞാൻ 3 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പാലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധയും വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ വേവിച്ചിടണം. ഇതിൽ ഒരു 10 വിസിലാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഗ്യാസിൻ്റെ ഇതനുസരിച്ചിട്ട് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. 10 വിസിൽ കഴിഞ്ഞിട്ട് നമുക്കത് തുറന്ന് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ 10 വിസിലായിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ്. ഇത് കൂളായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ കുക്കറിൽ ആദ്യം തന്നെ ഈ മാവ് ഒഴിക്കുമ്പോൾ കുറച്ച് നെയ്യ് ഇട്ടിട്ട് തടവണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനത് ആദ്യം പറയാൻ മറന്നു. ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല അത്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ്സ് എടുക്കുക. ഇപ്പോൾ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. കുക്കറിൽ തുറന്നപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സ്ഥിതി. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായി വറ്റിച്ചെടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് നന്നായി ഇത് വറ്റിച്ചെടുക്കണം. നെയ്യ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് നല്ല സോഫ്റ്റ് ആവും. പിന്നെ ഇതിൽ നിങ്ങൾ നെയ്യ് ഇട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഒരുവിധം കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചും കൂടി നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഹൽവ എങ്ങനെ ആയിന്ന് റെഡിയാവുന്നു നമുക്ക് മനസ്സിലാവണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഓയിലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വിട്ടു പോരും. അതുവരെ നമ്മളിത് ഇങ്ങനെ കുറച്ചും കൂടി നെയ്യ് ഇട്ടിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സമയത്ത് തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഇതിൽ ഓയിലൊക്കെ കുറച്ച് പുറത്ത് വന്നു തുടങ്ങി. ഇനിയിപ്പോൾ ഇതിൽ ഓയിലൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാം. കാഷ്യൂ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി മിക്സായിട്ട് വരട്ടെ. ഇപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഓയിലൊക്കെ ഇത് സെപ്പറേറ്റ് ചെയ്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് റെഡി ആയിട്ടുള്ളതാണ്. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ട് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഹൽവ ഇടാം. അപ്പോൾ ഹൽവ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കണം. ആക്ച്വലി ഈ ബ്ലാക്ക് ഹൽവ എന്ന് പറഞ്ഞാൽ ഈ കറുത്ത ഹൽവ ഉണ്ടാക്കാനായിട്ട് ആക്ച്വലി കുറേ സമയം എടുക്കും. പക്ഷേ ഇത് നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുക്കറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്യണം.
ഒരു കാര്യം മാത്രം ഞാൻ ആദ്യം പറയാൻ വിട്ടത്, കുക്കറിൽ നിങ്ങൾ മാവ് എല്ലാം മിക്സ് ചെയ്ത് ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് നെയ്യ് തടവണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ അത് ഞാനൊരു 10 വിസിൽ കൊടുത്ത് അത് നിങ്ങളുടെ കുക്കർ അനുസരിച്ചിട്ട് നിങ്ങളത് മാറ്റണം. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും നമുക്ക് ഹൽവ മുറിക്കുന്നത് പോലെ ഒരു 1/2 hour കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ശരിക്കും മുറിച്ചെടുക്കാം. നിങ്ങൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ആൻഡ് അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൻ. ബൈ.